തൃശൂർ കുന്നംകുളം സംസ്ഥാനപാത കൈപ്പറമ്പിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. പാവറട്ടിയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയിൽ ഏഴാങ്കല്ല് സെന്ററിന് സമീപം വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ബസ് ഡ്രൈവർ 51 വയസ്സുള്ള ഹസൻ, ബസ് കണ്ടക്ടർ 46 വയസ്സുള്ള ഷാഹുൽ, മറ്റം സ്വദേശികളായ 51 വയസ്സുള്ള രാജേഷ് കുമാർ, 62 വയസ്സുള്ള രാമകൃഷ്ണൻ, മകൻ 22 വയസ്സുള്ള ദീപു, മഴുവഞ്ചേരി സ്വദേശികളായ 68 വയസ്സുള്ള ശങ്കരൻകുട്ടി, 63 വയസ്സുള്ള ജലീൽ, കൈപ്പറമ്പ് സ്വദേശി 68 വയസ്സുള്ള ഗോപിനാഥ്, തൂവാനൂർ ചിറപ്പറമ്പ് സ്വദേശി 37 വയസ്സുള്ള സതീഷ്, പുതുശ്ശേരി സ്വദേശി 60 വയസ്സുള്ള ആനന്ദ്കുമാർ, അന്യ സംസ്ഥാന തൊഴിലാളികളായ 40 വയസ്സുള്ള സിക്കന്ദർ, 30 വയസ്സുള്ള പഞ്ചനായിക് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്ട്, കേച്ചേരി, പറപ്പൂർ ബ്രാഞ്ചുകളുടെ ആംബുലൻസുകളിൽ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പത്രസമ്മേളനം വിളിച്ചേക്കുന്നത് നമ്മുടെ കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും നല്ല നിലയ്ക്ക് നമ്മുടെ ഈ മേഖലയിലത്തെ എല്ലാ ഉത്സവങ്ങളും, അത് പൂരമായാലും പെരുന്നാളായാലും നേർച്ചകളായാലും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ തൃശ്ശൂർ ഗുരുവായൂർ ചെയർമാൻ ഡോക്ടർ വിജയൻ മാഷാണ് അതിൻ്റെ ഉദ്ഘാടനം. അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, പിന്നെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് കുന്നംകുളം ഭദ്രാസനത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. കുറെ വിഷമതകൾ ഉണ്ടായിരുന്നു. അതെല്ലാവരും നമ്മൾ കൂട്ടമായി നിന്നുകൊണ്ട് മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് മുമ്പിൽ അത് വേണ്ട പോലെ അവതരിപ്പിക്കാൻ പറ്റുകയും നമ്മുടെ മേഖലയിലത്തെ ഏറ്റവും ആദ്യത്തെ ഉത്സവം തുടങ്ങുന്ന ആർത്താറ്റ് പള്ളി പെരുന്നാൾ മുതൽ തുടങ്ങി ഏറ്റവും ലാസ്റ്റ് ഈ മേഖലയിലെ നടക്കുന്ന എടക്കളത്തൂര് പൂരം വരെ ഏറ്റവും നന്നായി നടത്താൻ നമുക്ക് ഈ മേഖലയിലത്തെ പോലീസ്, ഫോറസ്റ്റ്, അതേപോലെ തന്നെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആന ഓണേഴ്സിന്റെ വെസ്റ്റേൺ അസോസിയേഷൻ, അങ്ങനെ എല്ലാവരും നമ്മളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് കുന്നംകുളം മേഖലയിലത്തെ ഉത്സവങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ല നിലയ്ക്ക് നടക്കുകയാണ്. ഒരു കാലത്ത് കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉത്സവം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര വിഷമതകളായിരുന്നു. ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ആ ഒരു വിഷയമില്ല. കാരണം അത്രയും ഭംഗിയായി ഉത്സവങ്ങൾ നടത്താൻ കെൽപ്പും പ്രാപ്തിയുമുള്ള ഒരു സംഘടനാ സംവിധാനം കുന്നംകുളത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും ആവശ്യകത എന്നുള്ളത് എല്ലാ ഉത്സവങ്ങളും നടത്തുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരൊപ്പം നിന്നുകൊണ്ട് ഇവരായിട്ട് യോജിച്ചു നിന്നാൽ ആ ഉത്സവം നടത്തുന്ന ആ ക്ഷേത്രങ്ങളോ പള്ളികളോ മറ്റേ നാട്ട കമ്മിറ്റികൾക്കോ ഒരുവിധ ബുദ്ധിമുട്ടുകളില്ലാതെ ഗവൺമെന്റിൻ്റെതായ കാര്യങ്ങളിൽ മുഴുവൻ ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അവരൊപ്പം നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുവരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അതാണ് നമ്മൾ ഈ 16ാമത്തെ സമ്മേളനം ഏറ്റവും ഭംഗിയായി ഈ വരുന്ന 31-ാം തീയതി ഞായറാഴ്ച നമ്മൾ നടത്തപ്പെടുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പ്രസിഡന്റ് എനിക്ക് ഞാൻ എല്ലാവരെയും വീണ്ടും എനിക്ക് സ്വാഗതം ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുള്ള എന്താ വെച്ചാൽ കുറെ വർഷങ്ങളായി ഈ കുന്നംകുളം മേഖലയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഒപ്പം നിന്ന് വർക്ക് ചെയ്തായിരുന്ന ചില വ്യക്തികൾ. ഇതിലെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ പൂരങ്ങളൊക്കെ ക്ഷേത്ര കമ്മിറ്റികൾ നേരിട്ട് അതിന് സംവിധാനമുണ്ട് പൂരങ്ങൾക്ക്. എന്നാൽ പെരുന്നാളുകൾക്കും നേർച്ചകൾക്കും കുന്നംകുളം മേഖലയിൽ മാത്രമാണ്, നമ്മുടെ കുന്നംകുളത്തിന്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറയാം. ആനയെഴുന്നള്ളിപ്പുമായിട്ടുള്ള പെരുന്നാളുകൾ കുന്നംകുളം മേഖലയിൽ മാത്രമേ ഉള്ളൂ. അവിടെ പള്ളി കമ്മിറ്റികൾ ഈ ഉത്സവം കൊണ്ടുവരുന്ന കമ്മിറ്റികളും ഒത്തൊരുമിച്ചുകൊണ്ട് അതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കി അവരാണ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അമ്പലവും പള്ളിയും തമ്മിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താ വെച്ചെങ്കിൽ പെരുന്നാൾ കൊണ്ടുവരുന്ന പല കമ്മിറ്റികളും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് ആ ലെവലിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അതും ആ പള്ളിയുടെ ചുമതലയുള്ള വികാരി ആരാണോ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടപെടുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ദേവാലയം തന്നെയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിർത്തുക. അത് നമുക്ക് ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പൂരത്തിന് ഒരു ആനയെ കിട്ടാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്കൊക്കെ പറയാം. എന്നാൽ
ഏത് ഉത്സവങ്ങൾക്കും ആനകളുടെ ബുദ്ധിമുട്ട് ഏറ്റവും കുറവാകുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് നാട്ടാനകൾ ഇല്ലാതെ വരുന്നു. അതേപോലെ പുറമേ നിന്ന് ആനകളെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉത്സവം നടത്തുന്നവരായാലും പത്രപ്രവർത്തകരായാലും മറ്റുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ നമ്മൾക്ക് ഗവൺമെന്റിനോട് ഞങ്ങള് പ്രത്യേക ലെവലിൽ ഒന്നും കൂടി ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുകൾ പാസ്സാക്കി കൊണ്ടുവരുന്ന ബില്ലുകൾക്കൊപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിന്തുണ അതിന് വേണമെന്നും നമുക്ക് നാട്ടാനകളെ തന്നെ കേരളത്തിലേക്ക് കിട്ടാനുള്ള നടപടികൾ വഴി മുന്നോട്ട് പോകണമെന്നും ഞങ്ങൾക്ക് ഒരു പ്രമേയം അവതരിപ്പിക്കും. അപ്പോഴാണ് കാരണം നമുക്ക് അവരായിട്ട് ഇപ്പൊ ഗവൺമെന്റ് ആണല്ലോ ഇതിന്റെ ഒപ്പം നമുക്ക് നിൽക്കേണ്ടത്. ഫോറസ്റ്റും പോലീസും ഉത്സവത്തിന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കുന്നംകുളം മേഖലയിലെ ഏറ്റവും നല്ല കീഴ്വഴക്കം. അതിപ്പോ നമ്മൾ ഇവിടെ മാറി മാറി വരുന്ന ACP ഇപ്പൊ ഉള്ള സനോജ് സാറായാലും സന്തോഷ് സാറായാലും ഇപ്പൊ ഇവിടുന്ന് പോയ ഷാജാൻ സാറായാലും അതിന്റെ മുമ്പ് കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങൾ ഏറ്റവും ഭംഗിയാക്കി നടത്താൻ നമ്മളെ പഠിപ്പിച്ച ദേവസ്വം സാറ് മുതൽ ഇങ്ങോട്ടുള്ളവരായിട്ടുള്ള ആ ബന്ധം ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഇപ്പോഴുണ്ട്. ഈ മേഖലയിലെ എവിടെയെങ്കിലും ഒരു ഉത്സവത്തില് ആദ്യം അന്വേഷിക്കുക അവർ ചെന്നാൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ടോ, അവര് വേണ്ടുന്ന സേവനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പകുതി പണി അവർക്ക് ഒഴിവാണ്, ബാക്കിയൊക്കെ നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം ഇതുവരെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇനിയും അത് തുടരണം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ആഗ്രഹം. അത് അവർ തിരിച്ച് നമുക്ക് തരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റുകൾ തരുന്നുണ്ട്. മാഷി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി വ്യക്തമായിട്ട് പറയാം. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ആന ഏൽപ്പിച്ചു കൊടുക്കുന്ന പണിയില്ല. അത് പറയണ്ടല്ലോ. അതാണോ ചോദിച്ചാൽ അതിന് മറുപടി ആനകള് കുറയ്ക്കണമെന്ന് ചിലർ പറയുന്നത് അതിനോട് എന്താ അഭിപ്രായം? ആനകള് അതെ ഒരു വിധം ഞാൻ പറഞ്ഞുതരാം. ആനകളെ ഉത്സവത്തിൽ നിന്ന് കുറയ്ക്കണം എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല. ഉത്സവങ്ങൾ ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അജണ്ട. അതിന് അവിടേക്ക് കൊണ്ടുവരുന്ന ഉത്സവങ്ങൾ ആനയായാലും മറ്റുള്ള കലാരൂപങ്ങളായാലും ഭംഗിയായി നടത്തപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഗവൺമെന്റ് എങ്ങനെയാണോ നമുക്ക് തരുന്ന ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് കൊല്ലുമ്പോൾ അവിടെ ഇത്രേ പാടുള്ളൂ വെച്ച് നമ്മൾ ഗവൺമെന്റിനൊപ്പം നിൽക്കണം. നമ്മൾ അവരൊപ്പം നിൽക്കേണ്ട ഒരു കീഴ്ഘടകത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യണം. ആനകൾ കൂടുന്നത് കൊണ്ട് ആനയുടെ അല്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ ആനകൾ കൂടുന്നത് കൊണ്ട് ആനയുടെ ഒരു ആന മാത്രം കൊടുത്ത് ആനയുടെ. അപ്പൊ ആനകൾ കൂടുന്നത് കൊണ്ടല്ല, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും എന്തെങ്കിലും കാരണവശാൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തണമെന്നാണ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം. ആനകൾ കൂടുന്നത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുമെന്ന് വാർത്ത അംഗീകരിക്കാൻ കഴിയും. മേഖലാ കമ്മിറ്റിയിൽ നിലവിൽ 27 അംഗങ്ങളാണുള്ളത്. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മേഖലാ കമ്മിറ്റി നിലവിൽ 27. അതാണോ ചോദിച്ചത് അതോ സംഘടനയില് മൊത്തമുള്ള മെമ്പർഷിപ്പുള്ള ചോദിച്ചത്? സംഘടനയില് മൊത്തമായിട്ട് നമ്മുടെ മേഖലയില് 350 മേലെ ഉത്സവങ്ങളുണ്ട്. അവരെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള ആൾക്കാരാണ്. അത് പെരുന്നാള്, നേർച്ച, പൂരം. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കിങ് ഗെയിമുമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രദൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ തൃത്താല SHO മനോജ് K ഗോപിയെ കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ആദരിച്ചു. ചാലിശ്ശേരി പോലീസ് SHO മഹേന്ദ്ര സിംഹ M ആദരവ് സദസ്സ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനാരസം പകരുന്നതിനു വേണ്ടി എരിവും പുളിയും പൊടിപ്പും തൊങ്ങലും ചേർത്ത് വാർത്ത എഴുതുന്ന പ്രവണത അഭികാമ്യമല്ലെന്നും ചില കേസുകളിൽ ഇരയ്ക്ക് നീതി ലഭിക്കാനാവാത്ത സാഹചര്യം തന്നെ ഇതുമൂലം വന്നുചേരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C മൂസ അധ്യക്ഷത വഹിച്ചു.
SHO മനോജ് കെ ഗോപിയെ പ്രസിഡന്റ് സി മൂസ പൊന്നാടയും സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ഉപഹാരവും നൽകി ആദരിച്ചു. ബ്ലൂ ഡയമണ്ട് ഉടമ EV മുഹമ്മദ്, മാധ്യമപ്രവർത്തകരായ TVM അലി, AC ഗീവർ ചാലിശ്ശേരി, മധു കൂറ്റനാട്, വീരാമുണ്ണി മുള്ളത്ത്, K വിനോദ്, KG സണ്ണി, പ്രദീപ് ചെറുവാശ്ശേരി, SM അൻവർ, ഉമാശങ്കർ എഴുമങ്ങാട്, റഖീസ് പെരുമണ്ണൂർ, അബൂബക്കർ കൂറ്റനാട്, അഷ്റഫ് ദേശമംഗലം, ഷിബിൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ സ്വാഗതവും ട്രഷറർ V രഘുകുമാർ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം ഭിന്നശേഷി സഹോദരങ്ങളുടെ പുഞ്ചിരികളിൽ വിരിഞ്ഞ ഓണവിരുന്നായി. സഹയാത്രയുടെ മുറ്റത്ത് ഓണപ്പൂക്കളും ഒരുക്കിയ ശേഷം ഭിന്നശേഷിക്കാരായ ഹസ്ന, ഹിസാന, പ്രജ്വൽ അർച്ചിത്, ദർശിത് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആഘോഷം കവിയും ഗാനരചയിതുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ ഓർമ്മകൾ കവിതയായി കേൾക്കാനായത് സദസ്സിന് പുതിയ അനുഭവമായി. സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. വിശിഷ്ടാതിഥിയായി മാവേലിയും ചടങ്ങിനെത്തിയത് ആഹ്ലാദമായി. ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ സഹയാത്രയുടെ ഉപഹാരം BK ഹരിനാരായണന് സമ്മാനിച്ചു. ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വസ്ത്രക്കിറ്റുകളും നൽകി. ഓണസമ്മാനമായി കൊരട്ടിക്കര GOP സ്കൂൾ 2002 ബാച്ച് ഈദൽ കൂട്ടായ്മ നൽകിയ 2 വീൽ ചെയറുകൾ സഹയാത്രയ്ക്ക് കൈമാറി. ഓണാഘോഷത്തോടൊപ്പം സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണന്റെ 81ാം പിറന്നാൾ കേക്ക് മുറിച്ച് ഭിന്നശേഷിക്കാർ ആഘോഷമാക്കി. ഉച്ചയ്ക്ക് 2 തരം പായസത്തോടുകൂടിയ വിഭവ സമൃദ്ധമായ സഹയാത്രയുടെ ഓണവിരുന്നിൽ 500-ലധികം പേർ പങ്കാളികളായി. ഡേ കെയർ കുടുംബങ്ങളുടെ തിരുവാതിര, വിവിധ കലാപരിപാടികൾ, ഗെയിമുകൾ, സുനിൽ തൊഴിയൂർ നേതൃത്വം നൽകിയ അമ്മാന ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ ഓണാഘോഷത്തിന്റെ മനോഹരമായ നിമിഷങ്ങളായി. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി M പാലിശ്ശേരി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ മാളിയേക്കൽ ബാവ, ഷാജി പിക്കാസ്മി, പൊന്നുള്ളി മോഹനൻ, KC കുഞ്ഞൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, TA രണദിവെ, ഗോപിനാഥ് പാലഞ്ചേരി, KMCC എന്റെ ചാലിശ്ശേരി, പട്ടിശ്ശേരിയൻസ്, ഖത്തർ കൂറ്റനാട് മഹല്ല് കൂട്ടായ്മ, ഖത്തർ കൂട്ടായ്മ ചാലിശ്ശേരി തുടങ്ങിയ പ്രവാസി സംഘടനകൾ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. AP ശശി സ്വാഗതവും സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴി നന്ദിയും പറഞ്ഞു. പ്രിയമുള്ളവരെ, ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 7, 8 തീയതികളിൽ ആചരിക്കുകയാണ്. പ്രത്യേകമായിട്ട് നാളെ ഓഗസ്റ്റ് 31 തീയതി ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതിയൊരു കൊടിമരം ആർത്താറ്റ് പള്ളിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊടിമരത്തിന്റെ കൂദാശാകർമ്മം നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർവഹിക്കപ്പെടുന്നു. ഓഗസ്റ്റ് 31 തീയതികളിൽ കുന്നംകുളത്തെ പെരുന്നാളുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആർത്താറ്റ് പള്ളിയുടെ കീഴിലുള്ള കുറുക്കമ്പാറ സെന്റ് മേരീസ് കുരിശുപള്ളിയുടെ പെരുന്നാൾ ഓഗസ്റ്റ് 31 തീയതിയിൽ നടത്തപ്പെടുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിവിധ ഭദ്രാസനങ്ങളുടെ ചുമതലയുള്ള മെത്രാപ്പൊലീത്തന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 12 അടി വ്യാസം ചുറ്റളവിലുള്ള, പിന്നെ പിച്ചളയും അതുപോലെ തന്നെ സ്റ്റീലും കൂടി 12 ഇഞ്ച് 12 ഇഞ്ച് ചുറ്റളവും 45 അടി ഉയരവും സ്റ്റീലും പിച്ചളയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൊടിമരമാണ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത് ആർത്താറ്റ് പള്ളി ഇടവകയിലെ തൃശ്ശൂർ താമസിക്കുന്ന ഒരു അനൂപ് തമ്പി എന്ന് പറയുന്ന പനിക്കൽ കുടുംബത്തിൽ അദ്ദേഹമാണ് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതിന്റെ പണി പൂർത്തിയായി വരുന്നു. ഞായറാഴ്ച അതിന്റെ കൂദാശകൾ. പിന്നെ ഈ വർഷം 8 ദിവസവും 8 തിരുമേനിമാരാണെന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ വൈദികരൊക്കെയാണ് നേതൃത്വം നൽകുക. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യ നമസ്കാരം. തിരുമേനിമാരുള്ളത് രാവിലെ 7 മണിക്ക് വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും.
എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ്. 8-ാം തീയതി ഒഴിച്ച് 8-ാം തീയതി 8:30 ലൈവ് ഉണ്ടാവും. ജോജിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഏകദേശം ഒരു 12. നമ്മൾ 30-ാം തീയതി വരെയാണ് അവർക്ക് ഒരു ടൈം കൊടുത്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മനസ്സിലാക്കുന്നത് ഏകദേശം 12 ആഘോഷ കമ്മിറ്റിക്കാരുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം അപ്പൊ നിങ്ങളെല്ലാവരെയും അതിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ, എല്ലാവരും. കാട്ടാക്കാമ്പൽ പഞ്ചായത്തിലെ ആയുഷ്, ആയുർവേദ, ഹോമിയോപ്പതി ആരോഗ്യ കേന്ദ്രങ്ങൾ സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്തിന്റെ പകൽ വീട്ടിൽ വെച്ച് നടന്ന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രമീള രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർമാരായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശബന കൃഷ്ണൻ, ഡോക്ടർ സീന എന്നിവർ പരിശോധനകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. ക്യാമ്പിൽ മരുന്ന് വിതരണവും CHCയുടെ നേതൃത്വത്തിൽ ഷുഗർ, പ്രഷർ തുടങ്ങിയ പരിശോധനകളും ഉണ്ടായിരുന്നു. കടവല്ലൂർ കരിക്കാട് അൽ അമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മഹാത്മാ അയ്യൻകാളി ജയന്തിയും ഓണാഘോഷവും നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാനേജർ അബു മുസ്ലിയാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജമാൽ കരിക്കാട് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ നാസർ, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഖനി, വൈസ് പ്രിൻസിപ്പൽ രജനി തുടങ്ങിയവരും PTA അംഗങ്ങളും നേതൃത്വം നൽകി. സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. 1950 തുടക്കമിട്ട തമ്പുരാൻപടി യുവജന സമാജം ഗ്രന്ഥശാലം ആൻഡ് വായനശാല 75ന്റെ നിറവിലെത്തി. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. VT ഭട്ടതിരിപ്പാട്, PN പണിക്കർ തുടങ്ങിയവർ സന്ദർശിച്ച ചരിത്രമുള്ളതാണ് ഈ വായനശാല. ചാവക്കാട് താലൂക്കിലെ ആദ്യ റഫറൻസ് ലൈബ്രറി പദവി ഈ വായനശാലയ്ക്കായിരുന്നു. താലൂക്കിലെ മികച്ച വായനശാലയ്ക്കുള്ള പ്രാത വേലുക്കുട്ടി മാസ്റ്റർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. പാവങ്ങൾ പുസ്തക ചർച്ചയ്ക്ക് കവി ഡോക്ടർ C രാവുണ്ണി നേതൃത്വം നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ശൈലജ സുധൻ, A സായിനാഥൻ, ജീഷ്മ സുജിത്ത്, M കേശവൻ, MB സുനിൽകുമാർ, KP ഗോപികൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയയെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും അനുമോദിച്ചു.
ആഘോഷങ്ങൾ ഡിസംബറിൽ സമാപിക്കും. നന്മ കായിക ദിനം ആഘോഷിച്ചു. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതി ദേശീയ കായിക ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ പൂന്തിരുത്തി പാലത്തിൽ നിന്നും ആരംഭിച്ച് നന്മ ക്ലബ്ബ് പരിസരത്തേക്ക് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൂട്ടയോട്ടം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറും നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നിശ്ചല ദൃശ്യവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നന്മ ജോയിന്റ് സെക്രട്ടറി അനസ് കെ ക്ലാസിന് നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന സെമിനാറിന് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ പ്രസിഡന്റ് KP നസീർ അധ്യക്ഷത വഹിച്ചു. MV അബ്ദുൽ നാസർ, അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. ട്രഷറർ മുഹമ്മദ് മുസ്തഫ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ നന്ദിയും പറഞ്ഞു. നാസർ, നൌഷാദ്, നബ്ഹാൻ, ഫറാസ്, മിർസ ഖാലിബ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാറിയ പാഠപുസ്തകങ്ങളും മാറേണ്ട അധ്യാപകരും KTF IT ശില്പശാല സംഘടിപ്പിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റി അധ്യാപകർക്കായി മാറിയ പാഠപുസ്തകങ്ങളും മാറേണ്ട അധ്യാപകർ എന്ന ശീർഷകത്തിൽ IT ശില്പശാല സംഘടിപ്പിച്ചു. KTF തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹ്സിൻ പാടൂർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജനറേറ്റീവ് AI ടൂളുകൾ അധ്യാപനത്തിൽ എന്ന വിഷയത്തിൽ പ്രമുഖ IT ട്രെയിനറും KATFA വിംഗ് സംസ്ഥാന കൺവീനറും പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റി അംഗവുമായ ഗഫൂർ ആറ്റൂർ ക്ലാസിന് നേതൃത്വം നൽകി. അധ്യാപനത്തിൽ AI ഉപകരണങ്ങളുടെ പ്രായോഗിക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ അവതരിപ്പിച്ച സെക്ഷൻ ഏറെ ശ്രദ്ധേയമായി. കഹൂട്ട് ഉപയോഗിച്ച് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതിനെക്കുറിച്ച് അൻസാർ മാസ്റ്റർ വടക്കാഞ്ചേരി ക്ലാസ് നടത്തി. അധ്യാപകർക്ക് പുതിയ തലത്തിലുള്ള അധ്യാപന രീതികൾ അറിയാനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഫലപ്രദമായ പഠനാനുഭവങ്ങൾ നൽകാനും ഈ പരിശീലനം സഹായകമായി പരിശീലനത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ശില്പശാലയുടെ 2ാം ഘട്ടം നവംബറിൽ നടക്കും. KATF തൃശൂർ ജില്ലാ ഭാരവാഹികളായ MK സലാഹുദ്ദീൻ, KA ഷബ്ന, MV കാമിൽ, KATF ചാവക്കാട് ഉപജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അനീസ് ഹുദവി, ജനറൽ സെക്രട്ടറി A ഹാരിസ്, ട്രഷറർ MK നിയാസ് എന്നിവർ സംസാരിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗവും എളവള്ളി ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന MP സിദ്ധാർത്ഥന്റെ 8ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചുകളിൽ പ്രഭാതപേരിയും അനുസ്മരണ യോഗവും നടത്തി. എളവള്ളി പാറ സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. TK ചന്ദ്രൻ, KM പരമേശ്വരൻ, TN ലെനിൻ, KP രാജു, TK സംജിത്ത്, ശ്രീകുമാർ വാഗ, TD സുനിൽ, VS പ്രമോദ്, PS പ്രമോദ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ ചുമതലകളും MP സിദ്ധാർത്ഥൻ വഹിച്ചിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തിക്കോട്ടെ. എൻ്റെ പേര് ബിജു, പള്ളിയുടെ ട്രസ്റ്റി, സലമോൻ CU, സെക്രട്ടറി ടൈറ്റസ്. വിശുദ്ധ ദൈവമാതാവിന്റെ സൂനോറായാലും വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാരുടെ അനുഗ്രഹീതമായ സാന്നിധ്യത്താൽ എൽദോമാർ ബസേലിയസ് ബാബയുടെ വിശേഷിപ്പിനാലും അനുഗ്രഹീതമായിട്ടുള്ള ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സ്പിയാനി പള്ളിയിൽ വെച്ച് വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും 43ാമത്തെ കൺവെൻഷനും സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഭക്തി നിർഭരമായി പ്രാർത്ഥനാനിരതയോടെ ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. ഈ വർഷം 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും വിശുദ്ധ മൂന്നുമേൽ കുർബാനയും, പകലിൽ ധ്യാനയോഗങ്ങളും, രാത്രിയിൽ കൺവെൻഷനും ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ സഭയിലെ പ്രഗലരായ പ്രാസംഗികരും ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. 5-ാം തീയതി വൈകുന്നേരം കൺവെൻഷന് ശേഷം ഏറ്റവും ആദരവോടുകൂടി നടത്തപ്പെടുന്ന പുട്ടുകുത്തൽ വഴിപാട് ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ട് വിശ്വാസികൾക്ക് അനുഗ്രഹപ്രദമാണത്. നാനാജാതി മതസ്ഥരായ ആളുകൾ ആ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നു. 7-ാം തീയതി രാവിലെ അഭിമന്യ പിതാവായിരിക്കുന്ന മാർ അന്തിമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനയും അർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. എന്ന് തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഇന്ന് സമൂഹം നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും ക്രമീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് അങ്ങാടി ചുറ്റുള്ളതായ പ്രദക്ഷിണവും ക്രമീകരിച്ചിട്ടുണ്ട്.
8-ാം തീയതി രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥനയും 8:30 വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രധാന ദിവസമായ 8-ാം തീയതി ഈ 7-ാം തീയതിയും ശുശ്രൂഷകൾക്ക് നൽകുന്നത് അഭിനേതാവായിരിക്കുന്ന കുര്യാക്കോസ് മാർ യൂസേബിയസ് മെത്രാപ്പൊലീത്ത ആ 2 ശുശ്രൂഷകളിൽ നേതൃത്വം നൽകി അനുഗ്രഹിക്കുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക്, പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിലെ ശുശ്രൂഷയിലേക്ക് എവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും. പഴഞ്ഞി ജെറുസലേമിൽ മിൽട്ടൺ ടവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആഗസ്റ്റ് 25 തിങ്കളാഴ്ച രാവിലെ 8:30 പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക് കൂദാശ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം ഭദ്രാസനയിലെ വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ കാട്ടാക്കമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിക്കുകയും ചടങ്ങിൽ കാട്ടാക്കമ്പൽ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും വ്യാപാര വ്യവസായ അംഗങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. എറണാകുളത്തെ പ്രമുഖ വ്യവസായി CK സണ്ണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മിൽട്ടൺ ടവർ. മിൽട്ടൺ എന്റർപ്രൈസസ് ഉടമയുടെ ജന്മനാട്ടിലെ ആദ്യത്തെ ബിസിനസ് സംരംഭമാണ് മിൽട്ടൺ ടവർ. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സണ്ണിയേട്ടൻ നന്ദി രേഖപ്പെടുത്തി. ഈ ടവറിൽ JKR ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാസിസ്റ്റ് സർക്കാരിൽ നിന്നും രാജ്യത്തെ തിരിച്ചുപിടിക്കണമെന്ന് MK അസ്ലം. രാജ്യത്ത് ജനങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും ഫാസിസ്റ്റ് സർക്കാരിൽ നിന്നും രാജ്യത്തെ തിരിച്ചുപിടിക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്തിലെ 15-ാം വാർഡ് പെരുമ്പിലാവ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നിപ്പിന്റെയും പരസ്പര വിദ്വേഷത്തിന്റെയും അടരുകൾ മാറ്റിവെച്ച് സ്നേഹവും സന്തോഷവും കളിയാടുന്ന ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർഡ് പ്രസിഡന്റ് MN സല്ലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ഇലക്ഷൻ കൺവീനർ MH റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. പെരുമ്പിലാവ് വാർഡ് ഇലക്ഷൻ കൺവീനർ നിഷാദ് ആൽത്തറ, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, പെരുമ്പിലാവ് യൂണിറ്റ് സെക്രട്ടറി P അനീഷ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും നടത്തി. യൂണിറ്റ് നേതാക്കളായ മൊയ്തീൻ ബാവ, ഹസീന സലീം, MH ജാസ്മിൻ, CM താഹ, TV യൂസഫ്, KP അബ്ദുൾ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. PKS കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തെക്കേപ്പുറം തയ്യിൽ അപ്പു നഗറിൽ നടന്ന പരിപാടികൾ CPIM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ പ്രസിഡന്റ് PP സുനിൽ അധ്യക്ഷനായി. PKS ജില്ലാ സെക്രട്ടറി CG രഘുനാഥ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, PG ജയപ്രകാശ്, PKS ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശശികല സുകുമാരൻ, MK സുകുമാരൻ, ലോക്കൽ സെക്രട്ടറി GK ജിന്നി, സൗമ്യ അനിലൻ, ശിവദാസൻ ചിത്രംബരി, K അസീസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഇനി അതിദരിദ്രരില്ലാത്ത നഗരസഭ MLA പ്രഖ്യാപനം നടത്തി. ഗുരുവായൂർ നഗരസഭയെ അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി NK അക്ബർ MLA പ്രഖ്യാപിച്ചു. നവംബർ 1 കേരളം ഒന്നാകെ അതിദാരിദ്ര്യ വിമുക്തമാക്കുന്നതിന് മുന്നോടിയാണ് ഗുരുവായൂർ ദാരിദ്ര്യ വിമുക്തമാക്കിയത്. അതിദരിദ്രരെ സർവേ നടത്തി കണ്ടെത്തി അവർക്ക് ആവശ്യമായ താമസയിടവും ഭക്ഷണവും തൊഴിലുമെല്ലാം നൽകിയാണ് നഗരസഭ ദാരിദ്ര്യ വിമുക്ത പദവി നേടിയത്. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആശ്രയ അതിദരിദ്രർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും നൽകി. കുന്നംകുളം നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആശ്രയ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
172 പേർക്കാണ് ഓണക്കിറ്റും ഓണക്കോടിയും നൽകിയത്. നഗരസഭയിൽ 49 പേരാണ് അതിദരിദ്ര പട്ടികയിലുള്ളത്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പരിപ്പ്, പയർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചായപ്പൊടി, പാലട മിക്സ്, പപ്പടം തുടങ്ങി 11 അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റാണ് വിതരണം ചെയ്തത്. അയൽക്കൂട്ടങ്ങൾ തിരഞ്ഞെടുത്ത 5 കുട്ടികൾക്ക് ഇതോടൊപ്പം സഹായധനവും നൽകി. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ KK മുരളി, ബീന രവി, കേരള ഗ്രാമീൺ ബാങ്ക് കുന്നംകുളം ശാഖാ മാനേജർ KS അനു, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, CDS ചെയർപേഴ്സൺമാരായ ശശികല അനിരുദ്ധൻ, ഷിജി നികേഷ്, മെമ്പർ സെക്രട്ടറി ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി മെയിൻ റോഡിൽ പണി പൂർത്തീകരിച്ച മിൽട്ടൺ ടവറിന്റെ കൂദാശ കർമ്മവും JKR ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനവും ഇന്ന് രാവിലെ 8 മണിക്ക് നടന്നു. ശ്രീ സണ്ണി CKയുടെ ഉടമസ്ഥതയിലുള്ള മിൽട്ടൺ ടവർ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക് കൂദാശ കർമ്മം നിർവഹിച്ചു. ജിഷ ലിജു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള JKR ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീമതി മേരി ജോയ് നിർവഹിച്ചു. കാട്ടാക്കാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഷ്മ ES അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മുഖ്യാതിഥി മിൽട്ടൺ സണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബബിത ഫിലോ, പ്രതിപക്ഷ നേതാവ് ശ്രീ MS മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർമാർ, സമീപ പ്രദേശത്തെ ഇടവക വികാരിമാർ, രാഷ്ട്രീയ സാമൂഹിക പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. JKR ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു, 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ല് രോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 25/8/25 മുതൽ 25/9/25 വരെ 1 മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് JKR ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. കുറുക്കൻപാറ ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ കുരുന്നുകൾക്കായി സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് ഓണസദ്യയും ജീവനക്കാർക്ക് ഓണക്കോടിയും നൽകി. ചൈതന്യ സ്കൂൾ പ്രിൻസിപ്പൽ NJ ലിസി, കോർഡിനേറ്റർ അധ്യാപക റിൻസി വിൽസൺ എന്നിവരെയും തുടർന്ന് സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ജീവനക്കാരെയും കുന്നംകുളം സേവാഭാരതി ഓണക്കോടി നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ഓണസദ്യയും നൽകി. പരിപാടിയിൽ ചൈതന്യ സ്കൂൾ പ്രസിഡന്റ് അജിത് ചീരൻ അധ്യക്ഷനായി. കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ മുഖ്യാതിഥിയായി. സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, ട്രഷറർ സിമി രാജേഷ്, IT കോർഡിനേറ്റർ മുരളി സംഘമിത്ര, സുരേഷ് പനങ്ങായിൽ, സനൽ കാണിപ്പയ്യൂർ, പ്രശാന്ത് ചിറ്റഞ്ഞൂർ, ശങ്കരനാരായണൻ, സന്ധ്യ സജീവ്, സ്കൂൾ ബോർഡ് അംഗങ്ങളായ M ബിജുപാൽ, C ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചൈതന്യ സ്കൂളിലെ കുട്ടികളുടെ തിരുവാതിരക്കളിയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി മാർ ബാസേലിയോസ് സ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. 200ഓളം പേർ 5 വൃത്തങ്ങളിലായാണ് അണിനിരന്നത്. പഴഞ്ഞിപ്പള്ളിയുടെ വടക്കേ പടിപ്പുരയ്ക്കിലാണ് തിരുവാതിര അരങ്ങേറിയത്. തിരുവാവണി രാവ് തുടങ്ങുന്ന ഓണപ്പാട്ടിന് വിദ്യാർത്ഥികൾ ചുവടുവെക്കുന്നതിന് കാണികളായി രക്ഷിതാക്കളും നാട്ടുകാരും ഉണ്ടായിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിംന സണ്ണി എന്നിവർ നേതൃത്വം നൽകി. ചുണ്ടിൽ മലരോണ പാട്ട്, തിരുവാവണിരാവ്, മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പൂവേ
പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം ഇന്ന് വൈകിട്ട് 6:45 ലോഡുമായി വന്ന കോൺക്രീറ്റ് മിക്സർ ലോറി ഹോട്ടൽ സുരേന്ദ്രയുടെ മുന്നിൽ ചരിഞ്ഞു നിൽക്കുന്നു. പ്രവാസി ബിൽഡിംഗിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് വന്ന ലോറി ആയിരുന്നു. സുരേന്ദ്ര ഹോട്ടൽ ഇന്ന് മുടക്കമായിരുന്നു. ആയതുകൊണ്ട് മറ്റ് അപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല.